ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു സമയത്ത് പേഴ്സണോടുള്ള ഒരു ഫീലിങ്സ് ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ്. അതേപോലെ തന്നെ നേരെ തിരിച്ചു പേഴ്സൺ എന്താണ് ഈ ഒരു സമയം നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി വിചാരിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്ട് ആവാൻ ശ്രമിക്കുക. Three of Cups, Oracle of Swords, the Chariot, Five of Cups, Six of Pentacles, Two of Cups, Nine of Swords, Four of Swords, Elder of Swords, Eight of Cups, Champion of Pentacles, Champion of Swords, Two of Swords, Five of Swords and the Sun. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഇമോഷണൽ ഇൻറ്റിമസിക്കായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡീപ്പ് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് ഫീലിങ്സിനൊക്കെ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ലോജിക് വൈസും ആലോചിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടുത്തെ പല എനർജീസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് നിങ്ങൾക്കുണ്ട്. ഇവിടെ ഇമോഷൻസ് നിങ്ങൾക്ക് വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ശ്രമം വേണ്ട വിധം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞതുപോലെ അത്രയും ആ ഒരു ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, ആ ഒരു വ്യക്തിയായിട്ടുള്ള ഇമോഷണൽ ഇൻറ്റിമസിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അതേ സമയം തന്നെയാണെന്നുണ്ടെങ്കിൽ ലോജിക് വൈസ് പല കാര്യങ്ങളും ആലോചിക്കുന്നു. ചില സമയത്ത് നമ്മൾ വല്ലാതെ ഇമോഷണലി അഡിക്റ്റൊക്കെ ആയിപ്പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തുള്ള ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാവാത്ത രീതിയിൽ മണ്ടന്മാരായിട്ട് ഇരുന്നു പോകും. പുറമെ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ ഇതിനകത്തുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് പലതും കണ്ടാലും കണ്ടില്ലെന്ന് അടിച്ചെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിലേ അങ്ങനെ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്ന് നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ലോജിക് വൈസ് നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. ആ ഒരു ദൃഢനിശ്ചയമൊക്കെ മനസ്സിനകത്തുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഇമോഷൻസിന് ഒരുപാട് അടിപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു നഷ്ടബോധം, വിഷമം, സങ്കടമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു അതായത് ഇവിടുത്തെ പല എനർജീസിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്ന അതാണ്. പ്രോപ്പറായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ ഈ ഒരു പേഴ്സണിൽ നിന്ന് പല കാര്യങ്ങളും കിട്ടുന്നില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പെയിൻ നിങ്ങളിപ്പോൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ഒരു പെയിനെ ക്രോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിനൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടു ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്.
ഇവർക്ക് പകരം ലൈഫിൽ വേറെ ആര് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇതിനേക്കാളും എത്ര ക്വാളിറ്റീസ് ഉള്ളൊരു പേഴ്സണാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണിൽ അത്രത്തോളം നിങ്ങൾ ഡീപ്പായിട്ടും ഇടപഴകി കഴിഞ്ഞു, അല്ലെങ്കിൽ അത്രയും നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു ബന്ധം പതിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഒരു വഴിക്ക് നിങ്ങളുടെ ഒരു ലോജിക് മൈൻഡ് തിങ്ക് ചെയ്യുമ്പോഴും മറ്റൊരു വഴിയിൽ നിങ്ങൾ ഇമോഷണലി വല്ലാതെ അഡിക്റ്റ് ആയി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലവ് ഹേർട്സ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള പല കാര്യങ്ങൾ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്നവരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാടുള്ള സ്നേഹം, ഇഷ്ടം, താല്പര്യമൊക്കെ കൊണ്ട് സ്വയം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, മനസ്സ് മടുക്കുന്ന രീതിയിൽ വിഷമിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരുപാട് നിങ്ങളുടെ ഒരു സ്വസ്ഥത കെടുത്തുന്ന അല്ലെങ്കിൽ ഉറക്കം കെടുത്തുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് മനസ്സിനകത്ത് ഭയങ്കരമായിട്ടുള്ള ആങ്ഷ്യസ് ഫീലിംഗ്, അല്ലെങ്കിൽ മെൻ്റലി തന്നെ നിങ്ങൾ ഒരുപാട് ടയേർഡായിട്ടുണ്ടാവുക. മാനസികമായിട്ട് ഇത് ആലോചിച്ച് ഒരുപാട് ഒരു വിഷമത്തിലേക്ക് പോകുന്നൊരവസ്ഥ കാര്യങ്ങൾ. ഇപ്പോൾ കറൻ്റ്ലി ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നുള്ളത് കാണാം. സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. മനസ്സ് ഇത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ആ ഒരു വ്യക്തിയോട് പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സംസാരിക്കാനോ ഉള്ളൊരു മൈൻഡ് സെറ്റിലല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങളത് പിടിച്ചു നിർത്തുന്നുണ്ട് ഈ ഒരു പേഴ്സണോടത് എക്സ്പ്രസ് ചെയ്യാതെ. ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യം അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കാം. എൻ്റെ മനസ്സിലുള്ള സ്നേഹം ഇവിടെ ഇരുന്നോട്ടെ, ഞാനായിട്ട് ഇനി ഇങ്ങോട്ട് മിണ്ടാൻ പോവില്ല, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇമോഷൻസ് ആൻഡ് ലോജിക് ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ലോജിക് വൈസ് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് പോയാൽ കൊള്ളാം എന്ന് പോലും ഉണ്ട്. അല്ലെങ്കിൽ ഇനി എനിക്ക് ഈ വേദനയൊന്നും താങ്ങാൻ പറ്റില്ല, ഞാനെന്തിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്, എനിക്കിവിടെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ഇല്ല, പിന്നെ ഞാനെന്തിന് ഇതിനകത്ത് തുടരണം എന്നുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ആ ഒരു ആങ്ഷ്യസ് ഫീലിംഗ് ഒക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് വിചാരിച്ച് മാറിപ്പോവാൻ മനസ്സ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പോവാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ ഇതിന് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷൻസും ലോജിക്കും കൂടി രണ്ട് ഭാഗത്തുനിന്നും നിങ്ങൾക്കൊരു പ്രഷർ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഇമോഷൻസിൻ്റെ മുന്നിൽ കീഴടങ്ങി പോകുന്നു എന്നുള്ളതാണ്. ലോജിക് വൈസൊക്കെ പല കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം അതിനേക്കാളൊക്കെ മേൽ ഈ ഒരു പേഴ്സണോടുള്ളൊരു സ്നേഹം അതവിടെ ഒരു ഹുക്കായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയൊക്കെ പോകുന്നവർക്ക് ഇപ്പോൾ കോമൺ ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അറിയുന്ന ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത്, എന്തിനാണ് ഇത്രയും പെയിനൊക്കെ സഹിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തിന് ഇത്രയും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ലൈഫ് നശിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് സജഷൻസ് തരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവരോട് പോലും പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. കാരണം വേറെ ആരോടെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ ഭാഗത്തു നിന്ന് ഈ ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. നമ്മളൊരു കാര്യം ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നു, സ്ട്രെസ് ആവുന്നു എന്ന് പറയുമ്പോൾ യൂഷ്വലി എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത്, എന്നാൽ പിന്നെ അതിൻ്റെ പുറകെ പോകാതിരിക്കും, നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളതായിരിക്കും. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് മനസ്സുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ചത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. കാരണം പല കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാം, പല സിറ്റുവേഷൻ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം മനസ്സിനകത്ത് കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ലോജിക് വൈസ് ചെയ്യാനും കഴിയുന്നില്ല. എന്നാൽ ആരോടെങ്കിലും ഒരു സജഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ ആകെ കൂടി ഒരു എല്ലാ സ്ട്രെസ്സും അവനവൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. പല കാര്യങ്ങളും സ്വയം മനസ്സിനകത്തിട്ട് അനലൈസ് ചെയ്യുക. പ്രത്യേകിച്ച് നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആലോചിച്ച് കാട് കയറുക. അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് സെറ്റ് ആ ഒരു ഇൻഡിസിഷൻ മൈൻഡിലൂടെ പോകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പിരിമുറുക്കമാണ്. അപ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തീരുമാനം എടുത്തിട്ട് നമ്മൾ ആ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ വേണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നു, ഒരു തീരുമാനം ഉണ്ടെന്ന് പറയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഡബിൾ മൈൻഡിൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് അത് വലിയൊരു, അവർക്കൊരു സപ്പോർട്ടും കൂടി കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്ന, അല്ലെങ്കിൽ മെൻ്റലി ഉള്ള ഒരു സഫോക്കേഷനും കാര്യങ്ങളൊക്കെ കൂടുന്നൊരു സാഹചര്യം കൂടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം അവരിൽ നിന്നൊരു സ്പെസിഫിക് മെസ്സേജ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. ആ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്.
പക്ഷേ ഇവിടെ നമ്മൾ കണ്ടതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പിരിമുറുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതിയാണെന്നുണ്ടെങ്കിലും എല്ലാം നന്നായിട്ട് വന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയും അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതായത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ചിന്തിച്ച് നോക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. മാത്രമല്ല ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കണം. കാരണം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നിങ്ങൾക്കൊരു ആങ്സൈറ്റി, ഫിയർ അല്ലെങ്കിൽ ആ ഒരു ഡബിൾ മൈൻഡൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു കാര്യം കൂടി ആയിരിക്കാം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിന് മങ്ങലേൽപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. ഒരു വശത്ത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഓ ഇന്ന കാര്യമുണ്ടല്ലോ, ഇത് വീണ്ടും ഒബ്ജക്ഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇനിയും കയറി വരുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളെ ഒരുപാട് പരിഭ്രാന്തരാക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റാണ് കാണുന്നത്. പക്ഷേ നമ്മളിവിടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, എന്തൊക്കെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ മറക്കാനോ വെറുക്കാനോ പറ്റാത്തൊരു മൈൻഡ് സെറ്റ് ഉള്ളവരുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിലും ആ ഒരു സൺ എനർജിയാണ്. ദാറ്റ് മീൻസ് അത്രയും ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങളത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഇതിനകത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ഡിസയർ എന്ന് പറയുന്നത് തന്നെ അതായിരിക്കാം. ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിനകത്തൊരു മാറ്റം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ പറഞ്ഞതുപോലെ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. ഈ ഒരു ആഗ്രഹമാണ് ഉള്ളിൽ തീവ്രമായിട്ട് കിടക്കുന്നത്. പക്ഷേ ആ ഒരു ഡബിൾ മൈൻഡ് നിങ്ങളെ വല്ലാതെ കുഴപ്പിക്കുന്നതായിട്ട് കാണാം. കുറച്ചൊരു ഓവർ തിങ്കിങ്ങും നിങ്ങളുടെ എനർജിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ ഒരു മെൻ്റലിസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഫിസിക്കലി ഉണ്ടാവുന്ന മുറിവുകൾ, ആ ഒരു പെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് വിട്ടുപോകും. അല്ലെങ്കിൽ നമ്മളത് പിന്നീട് ആലോചിച്ച് വിഷമിക്കുന്നില്ല. അയ്യോ എനിക്കിങ്ങനെ മുറിവുണ്ടായിരുന്നല്ലോ, ഞാനതിനകത്ത് ഇത്രയും വേദന അനുഭവിച്ചല്ലോ എന്നുള്ളൊരു കാര്യം ഓവർ തിങ്ക് ചെയ്യാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, അതവിടെ വിട്ടു പോകുന്നൊരു കാര്യമാണ്. എന്നാൽ അതേ സമയം നമുക്ക് ഉണ്ടാകുന്ന, നമുക്ക് സ്നേഹമുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ ഡാമേജ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എത്ര നാളുകൾ കഴിഞ്ഞാലും അത് മനസ്സിനകത്ത് കിടക്കുന്നു. അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും. ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ അത് നമുക്ക് വല്ലാതെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡബിൾ മൈൻഡ് സെറ്റ്, ആ ഒരു കാര്യം, അതായത് ഒരു അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഇപ്പോൾ സ്ട്രോങ് അല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓക്കെ ആണെന്നായിരിക്കും പറയുന്നത്. പക്ഷേ മനസ്സിനകത്ത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു കോണിലിരുന്ന് ഈ ഒരു മുറിവ് അല്ലെങ്കിൽ ഈ ഒരു വിഷമം അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. അത് ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പോലും കഴിയുന്നില്ല. അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പോലും ചിലപ്പോൾ പേടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി പല കാര്യങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്, ഈ ഒരു അൺസർട്ടനിറ്റി ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹം നിങ്ങളിലുള്ളത് കൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിത് വിട്ടു പോകാനായിട്ട് കഴിയാത്തതെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു അവസ്ഥയിലൂടെയാണോ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പേഴ്സൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും ആളുടെ ഭാഗത്തു നിന്ന് എന്താണ് ഈ ഒരു സമയം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇമോഷൻസ് എന്നുള്ളത്. 9 of Wands, Ace of Pentacles, 3 of Swords, Page of Wands, Judgment, 6 of Cups, Tower, 10 of Cups, Page of Swords, Wheel of Fortune, 5 of Pentacles,
Six of Wands, Seven of Cups, Nine of Swords, and one more, Ace of Swords. ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ ഇവിടെ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് കാണാം. മേ ബി ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ ആകെ ടയേർഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരും ശ്രമിച്ചിരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഈ ഒരു വ്യക്തിയും അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണാം. വീണ്ടും ആ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബേസ്ഡ് റിലേഷൻഷിപ്പായിട്ട് പോകാനുള്ളൊരു ആഗ്രഹം ഈ ഒരു പേഴ്സണുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അവരിങ്ങനെയുള്ളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ പലപ്പോഴും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻഫുൾ എനർജീസ് നമുക്ക് നല്ലപോലെ കയറി വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് സങ്കടമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെയിൻ അവരും അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ അവർ അതിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പലപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇവർ വേറെ പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ചിലപ്പോൾ അത് അവരുടെ ഒരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിരിക്കാം. അതിനകത്തേക്ക് കൂടുതലൊരു ഫോക്കസ് കൊടുക്കാൻ, അതിപ്പോൾ ചിലർ ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര വിഷമം, അല്ലെങ്കിൽ അത് നമ്മളുടെ ഒരു സ്വസ്ഥത കെടുത്തുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലേക്കൊന്ന് തിരിയാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ചിന്ത ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവനവൻ്റെ പാഷനായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനൊക്കെ കാണിക്കുന്ന ഒരു പ്രവണത. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരും ഒരു പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു വിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് അവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. ഈ ഒരു എനർജീസ് എന്ന് പറയുന്നത് ആ ഒരു റീകണക്റ്റിംഗ് വിത്ത് ദ പാസ്റ്റ് ആണ്. അതായത് എത്രയൊക്കെ അവർ ഇതിൽ നിന്ന് മാറി വേറെ പലതിലും ഫോക്കസ് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരിവിടെ തന്നെ കറങ്ങിത്തിരിഞ്ഞ് വന്ന് എത്തുന്നു. ഒരു പക്ഷേ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി ആയിരിക്കാം ഈ ഒരു പേഴ്സണെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവരുടെ എനർജിയിൽ നമുക്ക് കാണാം ഈ ഒരു പേഴ്സണും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല. തീർച്ചയായിട്ടും ഈ സിറ്റുവേഷനിൽ ഇവർക്കും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ ഇവിടെ ഇവരുടെ സ്പ്രെഡ് എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മാത്രം എനർജീസ് നോക്കിയപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനി പർപ്പസ്ഫുള്ളി അവരുടെ ഒരു കാര്യലാഭത്തിന് വേണ്ടി മാത്രം നിങ്ങൾ വിട്ടിട്ട് പോയൊരു പേഴ്സണാണോ എന്ന് പോലും തോന്നിപ്പോയി. പക്ഷേ ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ അവരായിട്ട് മാറി നിന്നാണ്, അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിന് കാരണം അവരാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു സാഹചര്യം കൊണ്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. അല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇത്രയേറെ ഒരു സഫറിങ്ങും കാര്യങ്ങളും അവർ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. അല്ലെങ്കിൽ കൂടുതലും ഒരു വ്യക്തിയുടെ ഓർമ്മകൾ അലട്ടുമ്പോൾ വേറെ പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് അത് മാറ്റാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഫുൾഫിൽമെൻറ്റ് അനുഭവിക്കുന്നതിന് മുൻപേ തകർന്നു പോയൊരു ബന്ധമായിട്ട് അവർ കാണുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പാരമ്യത്തിലെത്തുന്നതിന് മുൻപ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം, എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവാം രണ്ടുപേരും. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് മുൻപായിട്ട് ചിലരെ സംബന്ധിച്ച് അതിന് തൊട്ട് മുൻപായിരിക്കണം റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ചിലപ്പോൾ രണ്ടുപേരും എക്സ്പെക്റ്റ് ചെയ്യാത്തിരിക്കുന്ന ഒരു സമയത്തായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്നു, കെട്ടിപ്പൊക്കുന്നു. അതിൽ നിന്നുള്ള ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിനായിട്ട് കാത്തിരിക്കുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ അതിവിടെ ഇവർക്ക് ഒരുപാട് മാനസിക വിഷമം ഉണ്ടാക്കുന്നതായിട്ട് കാണാം. ഒരുപക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നലും കൂടി ആയിരിക്കാം. നമ്മൾ ചിലപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു എനർജി ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു കാര്യം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലോജിക് വൈസ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇവരുടെ ആ ഒരു സ്നേഹം എന്താണെന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇമോഷൻസും റെസ്റ്റ്ലെസ് ആണെന്നുള്ളത് നമുക്ക് കാണാം. ഇവർക്കും ഇമോഷൻസ്, അല്ലെങ്കിൽ ഇവർ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ആ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കഴിയുന്നില്ല. ഒരുപാട് റെസ്റ്റ്ലെസ് ആവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ. അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവർ വേറെ പല കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ മാറ്റി കൊടുക്കാൻ, അല്ലെങ്കിൽ വഴിതിരിച്ചു വിടാനൊക്കെ ശ്രമിക്കുന്നത്. എങ്കിലും ഒരു സ്റ്റേബിൾ മൈൻഡ് സെറ്റ് ഈ പേഴ്സണ് കിട്ടുന്നില്ല എന്നുള്ളത് കാണാം. മാത്രമല്ല ഇവർ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ ഈ ഒരു തരത്തിലാണെന്നുണ്ടെങ്കിലും ഇത് മാറി മറിയുന്നുള്ള ഒരു
ഫോക്കസിലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയും ഈ വ്യക്തിക്കുണ്ട്. അതായത് സംതിങ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്പെഷ്യൽ ആണെന്ന് ഇവർ തിരിച്ചറിയുന്നതായിട്ട് നമുക്ക് ഇവിടുത്തെ പല എനർജീസിൽ നിന്നും കാണാം. ഒരുപക്ഷെ നേരത്തെ മുതലേ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ എത്ര ഇതിൽ നിന്ന് അകന്ന് പോയാലും അവർ പാസ്റ്റായിട്ട് റീകണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു വ്യക്തി ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അവർ റീകണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാര്യങ്ങൾ മാറി മറിയുന്നുള്ളൊരു വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സക്സസ് ആൻഡ് സ്ട്രഗിൾ ആണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഒറ്റപ്പെടൽ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഐസൊലേറ്റഡ് ഫീലിംഗ് അവർക്ക് തോന്നുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു നിരാശമായിട്ടിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങൾ. എന്നാൽ അറ്റ് ദ സെയിം ടൈം ആ ഒരു സിറ്റുവേഷൻ മാറി മറിയാനായിട്ട് വളരെ കോൺഫിഡൻസോടു കൂടി മുന്നിലേക്ക് വരാനായിട്ട്, റിലേഷൻഷിപ്പിനകത്തൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജിയും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ, പേഴ്സൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടുപേരും മനസ്സിനകത്ത് മത്സരിച്ച് പല കാര്യങ്ങളും വിചാരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മനസ്സിനകത്ത് സ്നേഹമുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അത് ഓപ്പൺ അപ്പ് ആക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോഴും ആ ഒരു അകൽച്ച കാര്യങ്ങളിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പേഴ്സണെ സംബന്ധിച്ച് ചിലപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള പേടിയായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ഇനി ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ ഇതിനു മുൻപ് അങ്ങനെ പോയപ്പോൾ ചിലപ്പോൾ മോശം അവസ്ഥയായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ചിന്താഗതി കൊണ്ടായിരിക്കാം. രണ്ടുപേരും രണ്ടിടത്ത് ഇരുന്നാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഒരേപോലെ ചിന്തിക്കുന്നു, ഒരേപോലെ കൺഫ്യൂസ്ഡ് മൈൻഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ ഈ രണ്ട് എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് കാണാം. കൺഫ്യൂഷൻ, ആ ഒരു ഇല്യൂഷൻസ് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആങ്ഷ്യസ് ഓവർ തിങ്കിങ്ങുമാണ്. ഈ പറഞ്ഞ ഒരു സമ്മിശ്രമായിട്ടുള്ള എനർജിയിലൂടെയാണ് ഈ വ്യക്തിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ, അല്ലെങ്കിൽ ചില കാര്യങ്ങളോടുള്ള ആ ഒരു ഫിയർ, നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ കാലക്രമേണ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, ഇങ്ങനെയുള്ളൊരു കൂട്ടം, ഒരു മിക്സിംഗ് അപ്പ് ഓഫ് എനർജീസാണ് ഇവരിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളെ അപേക്ഷിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കൂടുതലായിട്ട് ചിന്തകളും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വിഷമവും ഒറ്റപ്പെടലും ഒക്കെ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് മാറി വേറൊരു വഴിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ മാറ്റിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു വ്യക്തി അങ്ങനെ ആ ഒരു രീതിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഓർമ്മകളും കാര്യങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ കുറച്ച് വേഴ്സ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു ഓർമ്മകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് തന്നെ ഇൻവോൾവ് ആയി പോകും എന്നുള്ള ആ ഒരു പേടിയും കൂടി ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അവർ ആ ഒരു ഫോക്കസ് മാറ്റാനൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ അതിനൊന്നും കഴിയുന്നില്ല എന്നാണ്. ഇവിടെ നമ്മൾ ഫൈനലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഏസ് ഓഫ് സോഡ്സ് എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു ഹോണസ്റ്റ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ലോജിക് വൈസ് തിങ്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് സെയിം ഇവരുടെ ഒരു എനർജിയിലും പല കാര്യങ്ങളും തുറന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ട് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കവിടെ കാണുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി തേർഡ് പാർട്ടിയോട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ പോകാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൈവിട്ട് പോയൊരു സിറ്റുവേഷനിലായിരിക്കാം ഇത് ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവരൊരു സ്ട്രോങ് ആക്ഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും പാളിപ്പോവോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു എനർജി നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ല. നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരുപാട് ഒരു സങ്കടവും ഒരു ഗിൽറ്റും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിനകത്തുണ്ട്. അതും നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് തന്നെയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ്. എന്തൊക്കെ ഇതിനകത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മറക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലിയേഷൻ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.